അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളോടെ പറയാനുണ്ട്. ഇന്ന് അതാണ് നമ്മൾ നോക്കി തീർക്കാൻ പോണത്. അപ്പൊ ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യാം, സമയം കളയണ്ട. സ്ക്രീൻ കാണുന്നുണ്ടോ? ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. അപ്പൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. അപ്പോ തുടക്കക്കാര് ഇതിൽ ആദ്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയട്ടെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതില് എന്താണ്, ഭരണഘടനയിൽ നമുക്ക് പല ഭാഗത്തായിട്ട് പല കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് 22 പാർട്ടുകളുണ്ട്. അപ്പൊ ഭരണഘടനയിൽ നമുക്ക് 22 പാർട്ടുകളാണുള്ളത് മൊത്തം. നമ്മുടെ മൊത്തം ഭരണഘടന എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 22 പാർട്ടുകളുണ്ട്. അതുപോലെ തന്നെ 12 ഷെഡ്യൂളുകളുണ്ട്. സോ ഈ 22 പാർട്ടുകളിലും ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ബ്രീഫ് ആയിട്ട്. നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കേട്ടോ, ബാക്കിയുള്ളവരൊന്ന് ക്ഷമിക്കണേ. അപ്പൊ 22 ഭാഗങ്ങളുണ്ട്, പിന്നെ 12 പട്ടികകളുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ഓർഡർ, എന്താണ് 22 പാർട്ടുകൾ എന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് പട്ടികകൾ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ നിന്ന് ഫസ്റ്റ് തുടക്കമുള്ള ക്ലാസ്സുകളിൽ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അതിൽ ഓരോ ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് LDC സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പൊ പാർട്ട് 1 തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ ചില പാർട്ടുകളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ എടുക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള പ്രാധാന്യമുള്ള എന്താണ് കുറച്ച് ബോഡികളാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളാണ്. അപ്പൊ അതിൽ വരുന്ന കുറച്ച് ഏതാനും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നവർക്ക് എപ്പോഴും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മുടെ എന്താണ് രാജ്യത്ത് ഇലക്ഷൻ നടത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ആ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അത് ആ ഇലക്ഷൻ കമ്മീഷൻ ആ ഉത്തരവാദിത്വം കിട്ടുന്നത് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ്. ആ ഭരണഘടനയിൽ ഒരു പ്രത്യേക ആർട്ടിക്കിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താനും അതുപോലെ എന്താണ് നാമനിർദ്ദേശ പത്രിക പരിശോധിക്കാനായിട്ടൊക്കെ കഴിയും. അങ്ങനെ ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞത് ഏതൊക്കെയുണ്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതായത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു അക്കൗണ്ടന്റിന്റെ ഒരു പണിയാണ് ഗവൺമെന്റ് അക്കൗണ്ടന്റ് ആണ്. അതായത് ഗവൺമെന്റിന്റെ എല്ലാ വരവ് ചെലവ് കണക്കുകളും എന്താണ് നോക്കുന്ന ഒരാളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പൊ അങ്ങനത്തെ ഏതാനും പോസ്റ്റുകൾ ഉണ്ട്. അത് കുറച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച്. അപ്പോൾ തുടക്കം എന്താണ്, ആദ്യത്തെ ക്ലാസ്സിൽ വന്നവർ ശ്രദ്ധിക്കുക, നമ്മൾ ഭരണഘടനയിൽ 22 ഭാഗങ്ങളുണ്ട്. അതിൽ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ മൊത്തം സിലബസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ PSC ചോദിക്കുന്ന ഏതാനും ചില ഭാഗങ്ങളുണ്ട്, അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഈ 22 ഭാഗങ്ങളും 12 ഷെഡ്യൂളും അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം. നിങ്ങൾ അത് ബൈഹാർട്ട് പഠിക്കുക തന്നെ വേണം. ഇപ്പോഴും ഇതിൽ വന്നിരിക്കുന്നവർക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ അറിയില്ല എന്ന് എനിക്കറിയാം. അതിൽ ഓരോ എന്താണ് ആർട്ടിക്കിളും നമ്മൾ ബൈഹാർട്ട് പഠിച്ചിരിക്കണം. അത് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താണ് ഒരു 50% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ആദ്യം നമ്മൾ ആ പഠിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ധാരണ ഉണ്ടാക്കി വെക്കലാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോണത് ഭരണഘടനാ സ്ഥാപനങ്ങളിലെ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചാണ്. അപ്പൊ ഈ ദേശീയ പട്ടികജാതി ഭരണഘടനാ സ്ഥാപനം എന്ന് പറയാനായിട്ട് കാരണം എന്താ, ഭരണഘടനയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്ത സ്ഥാപനങ്ങളാണെന്ത്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ പ്രകാരം പ്രതിപാദിച്ചിട്ടുള്ള ബോഡികളെയാണ് എന്ത്
കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നും അല്ലാത്തവയെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും പറയുന്നു. അപ്പൊ അതില് ഏതാനും ബോഡികളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഇനി എന്തിനു വേണ്ടിയാ? പേരിൽ നിന്ന് തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ, ഇതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് എന്താ? നാഷണൽ കമ്മീഷൻ ഫോർ SC, NCSC എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, ഇനി എന്താണിത്? ഇവരുടെ ആ ഒരു എന്താണ് കർത്തവ്യം എന്താണ്? അപ്പൊ ഓരോ ബോഡി നമ്മൾ, അതായത് ഓരോ എന്താണ് പൊസിഷൻ നമ്മൾ ഭരണഘടനയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന് ഓരോ ഫംഗ്ഷൻ ഉണ്ടാവും. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ഇലക്ഷൻ രാജ്യത്തെ സുതാര്യമായിട്ട് ഇലക്ഷൻ നടത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ഇലക്ഷൻ കമ്മീഷനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണത്തില്ല. അപ്പൊ നിങ്ങൾ പുതിയവർ വന്നിട്ട് ശ്രദ്ധിക്കുക, സാർ എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇനി പട്ടികജാതിക്കാരുടെ അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളുടെ, ആംഗ്ലോ ഇന്ത്യൻസ് അറിയാം, നമ്മൾ മട്ടാഞ്ചേരിയിലൊക്കെ നമ്മൾ എന്തുണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ? ഏതോ ഒരു സിനിമയിൽ ദുൽഖർ സൽമാനും മറ്റൊരു പുള്ളിയും കൂടി ഉണ്ടല്ലോ, ഇച്ചിരി പൊക്കം കുറഞ്ഞ ആള്. അതിൽ നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ ആയിട്ട് വരുന്ന ആരാ? മെമ്മറീസിലെ ആ വില്ലൻ ഉണ്ടല്ലോ, ഞാൻ ആംഗ്ലോ ഇന്ത്യൻ ആണെന്നൊക്കെ പറയില്ലേ, അതേപോലെ ആളുകളാണ് ആംഗ്ലോ ഇന്ത്യൻസ്. അപ്പൊ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളുടെയും അവര് എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളുടെ എന്താണ് ഭരണഘടനാപരവും നിയമപരവുമായിട്ടുള്ള പരിരക്ഷ ഉറപ്പാക്കുകയും അതുപോലെ അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും പിന്നെന്താണ് അത്തരത്തിലുള്ള പ്രസ്തുത വിഷയങ്ങൾ പ്രസിഡന്റിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ത്? ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഈ ഒരു വലിയ ഡെഫിനിഷൻ ഒന്നും നിങ്ങൾ മക്കപ്പ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികജാതി വിഭാഗങ്ങളെയും ആംഗ്ലോ ഇന്ത്യൻസിന്റെയും എന്താണ് അവരുടെ സംരക്ഷണം, ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണമാണ് ആര് നോക്കുന്നത്? ദേശീയ പട്ടികജാതി കമ്മീഷൻ നോക്കുന്നത്. അപ്പൊ ഈ ഒരു കമ്മീഷൻ അതിന്റെ ഒരു എന്താണ് പവർ ഭരണഘടനയിലാണ്, അതിനുള്ള അധികാരം. ഇപ്പൊ നമ്മളോട് ഒരു കാര്യം, നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ ചെന്ന് നിനക്ക് എന്താടാ ഇവിടെ അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറയാനായിട്ട് ഒന്നുമില്ല അല്ലെ? നേരെ മറിച്ച് നമ്മൾ ഒരു ഗവൺമെന്റിന്റെ ഓർഡർ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞാണ് നിങ്ങളുടെ വീടൊന്ന് സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നാണ് പോലീസുകാരൻ ചെല്ലുന്നത്, ഒരു പോലീസ് SI ആണെങ്കിൽ കൂടി അയാൾക്ക് സെർച്ച് വാറന്റ് വേണം. അത്തരത്തിലുള്ള ഒരു അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അനുമതി ഉള്ളൂ. അപ്പൊ ഈ ഒരു അധികാരം കിട്ടുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷന് ഇത്തരത്തില് എന്താ പട്ടികജാതിക്കാർക്കെതിരെയോ ആംഗ്ലോ ഇന്ത്യൻസിനെതിരെയോ എന്തെങ്കിലും എന്താ ഒരു ബുദ്ധിമുട്ടുകൾ, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യാനായിട്ടും അതിനെതിരെ കേസ് എടുക്കാനായിട്ടുള്ള ഒരു അധികാരം ആർക്കുണ്ട്? പട്ടികജാതി കമ്മീഷനുണ്ട്. ആ അധികാരം ഭരണഘടനയിൽ പരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നിലവില് ആംഗ്ലോ ഇന്ത്യൻസിന് എന്തില്ല? റിസർവേഷൻ ഇല്ല. നിലവില് ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷൻ 104-ാം ഭരണഘടനാ ഭേദഗതി, 104-ാമത്തെ ഭരണഘടനാ ഭേദഗതി. അപ്പൊ എന്താണ് ഭരണഘടനാ ഭേദഗതി? ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1947 ഭരണഘടന എന്താണ് ഉണ്ടാക്കിയെടുത്തു അല്ലെ? അതിനുശേഷം കാലക്രമേണ ഇത്രയും കാലമായി, അപ്പൊ ചില കാര്യങ്ങളൊക്കെ മാറ്റണം, ചില കാര്യങ്ങളൊക്കെ എന്താണ് തിരുത്തുമൊക്കെ വേണം. അങ്ങനെ തിരുത്തുന്ന ആ പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ ആ തിരുത്തൽ പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ 104-ാമത്തെ ഭരണഘടന ഭേദഗതി കൊണ്ട് ആദ്യം ആംഗ്ലോ ഇന്ത്യൻസിന് എന്തുണ്ടായിരുന്നു? റിസർവേഷൻ ഉണ്ടായിരുന്നു. ആ റിസർവേഷൻ എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണ് 104-ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇപ്പോ നാഷണൽ കമ്മീഷൻ ഫോർ SCക്ക് ആരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി? പട്ടികജാതിക്കാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞു. ഇനി അതാണ് ഇവിടെ പറഞ്ഞ ഭരണഘടനയുടെ 104-ാം ഭേദഗതി പ്രകാരം എന്താണ് അപ്പൊ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചു. അമെന്റ്മെന്റില് ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് തന്നെയുണ്ട് സിലബസിൽ. അപ്പൊ അതിൽ 104-ാം അമെന്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷൻ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? അടുത്തൊരു 10 വർഷത്തേക്ക് കൂടി, അപ്പൊ അടുത്തൊരു 10 വർഷത്തേക്ക് കൂടി ആരുടെ കാലാവധി കൂട്ടിയെടുത്തു? പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് എവിടത്തുള്ള റിസർവേഷൻ ആണ് കൂട്ടിയെടുത്തത്? സംസ്ഥാന നിയമസഭകളിലും ലോകസഭയിലെയും പ്രാതിനിധ്യം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച ഒരു അമെന്റ്മെന്റ് കൂടിയാണ്. അവരുടെ ആ കാലാവധി കഴിയുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു അമെന്റ്മെന്റ് ഗവൺമെന്റ് കൊണ്ടുവന്നത്, അവരുടെ കാലാവധി കൂട്ടുവാനും അതേപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷൻ റദ്ദാക്കുവാനും കൂടിയിട്ടാണ് 104-ാം അമെന്റ്മെന്റ് എന്ത് ചെയ്തത്? ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഭരണഘടനയില് എവിടെയാണ്, ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളിലാണ് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇത് പഠിച്ചു വയ്ക്കണം. ഏത് ഭാഗത്താണ്
നാഷണൽ കമ്മീഷൻ ഫോർ SC കുറിച്ച് പരാമർശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 16. ഞാൻ പറഞ്ഞു 22 ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്ടുകൾ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക്. അപ്പോൾ ഓരോ പാർട്ടിലും ആ പാർട്ടിന് അനുയോജ്യമായിട്ടുള്ള ഓരോ ആർട്ടിക്കിളിലായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ 16ാമത്തെ ഭാഗത്ത് വരുന്ന 338ാമത്തെ ആർട്ടിക്കിളിലാണ് എന്തിനെ കുറിച്ച് പറഞ്ഞേക്കണേ? നാഷണൽ കമ്മീഷൻ ഫോർ SC കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓർത്തു വെച്ചേക്കുക. ഇനി ഈ ഞാൻ പറഞ്ഞു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഏതാനും കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസേ ഉണ്ടായിരുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് ഗവൺമെന്റിന് അത് മാറ്റം വരുത്തണമെന്ന് തോന്നുകയും പുതിയത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അത്തരത്തിൽ പുതിയ ഒരെണ്ണം കൂട്ടിച്ചേർത്ത ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നാഷണൽ കമ്മീഷൻ ഫോർ SC. ആ ഒരു ചെറിയൊരു ചരിത്രം ചെറിയൊരു ഗ്ലാൻസിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഓർത്തു വച്ചേക്കുക. തുടക്കത്തിൽ ഈ ആർട്ടിക്കിൾ 338 എന്തിനു വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SC കാറ്റഗറിയിൽ SC വിഭാഗങ്ങളുടെ ഈ ഒരു ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസറെ നിയമിക്കുക എന്നുള്ളത് സംബന്ധിച്ച് മാത്രമായിരുന്നു 338 ഗവൺമെന്റ് വിഭാവനം ചെയ്തത്. പക്ഷേ കാലക്രമേണ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി, നീതിന്യായ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്നുള്ള നിലയിലേക്ക് നാഷണൽ കമ്മീഷൻ ഫോർ SC മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കേസെടുക്കാം. അപ്പോൾ ഈ വിഭാഗങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആക്രമണമോ മറ്റോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അന്വേഷിക്കുവാനും ആ കാരണത്തിന് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആ ഒരു ഉദ്യോഗസ്ഥനെ സമൻസ് അയച്ച് അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി അന്വേഷിക്കാനും അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളാനൊക്കെ അധികാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ SC. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പൊ ഏറ്റവും ആദ്യം 1978 ഇതിന്റെ ഒരു തുടക്കം. 1978 ഗവൺമെന്റ് ഒരു പ്രമേയത്തിലൂടെ, എന്താ പ്രമേയം എന്ന് പറഞ്ഞാൽ? പ്രമേയം മീൻസ് ജസ്റ്റ് ഒരു റെസൊല്യൂഷൻ ആണ്. റെസൊല്യൂഷൻ ആണ് പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രമേയത്തിലൂടെയാണ് SC/ST വിഭാഗങ്ങൾക്കായിട്ട് SC/ST ഒന്നിച്ചാണ് പറയണത് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി മൾട്ടി മെമ്പർ കമ്മീഷനെ രൂപീകരിച്ചത്. അപ്പൊ അത്തരത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇതിന്റെ ഒരു ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം എന്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൂന പാക്ട് ഒക്കെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. പൂന പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ആണ്. കാരണം അംബേദ്കർ ഒരു അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം നേടുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം തീരുമാനിച്ചു തന്റെ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് തീരുമാനിച്ചതിനെ കൊണ്ടാണ് ഈ ഒരു പ്രത്യേക പരിഗണന SC/ST വിഭാഗങ്ങൾക്കായിട്ട് ഭരണഘടനയിൽ തന്നെ പറഞ്ഞത്. അപ്പൊ 1978 അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് ചെയ്തില്ല? അത് കേരളം അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ വേണ്ടത്ര അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും അത് എന്ത് ചെയ്യണം? അത്തരത്തിലൊരു അവസ്ഥ മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് 1978 ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രമേയത്തിലൂടെ ഇത്തരം വിഭാഗങ്ങൾക്കായിട്ട് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി മൾട്ടി മെമ്പർ കമ്മീഷനെ ആദ്യമായിട്ട് നിയമിച്ചത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി മൾട്ടി മെമ്പർ കമ്മീഷനെയാണ് 1978 അതാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം 9 വർഷങ്ങൾക്ക് ശേഷം 87 ഇതൊന്ന് തിരിച്ചിടുക. 78 എന്നുള്ളത് 87 എന്നാക്കി മാറ്റുക. 87 എന്ത് ചെയ്തു? പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നൊരു പേര് പാർലമെന്റ് എന്ത് ചെയ്തു? മറ്റൊരു പ്രമേയത്തിലൂടെ സ്വീകരിച്ചു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന പേരാക്കി മാറ്റി. 87 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന പേര് സ്വീകരിച്ചത്. അത് ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 87 അതുപോലെ തന്നെ അവരുടെ ചുമതലകൾ കൂടി എന്ത് ചെയ്തു? പരിഷ്കരിച്ചു. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ചുമതലകൾ കൊടുത്തു. ആദ്യം ഉണ്ടായിരുന്ന ചുമതലകൾ കൂടി അഡീഷണൽ പവേഴ്സ് ആർക്ക് കൊടുത്തു? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് കൊടുത്തു. ഇനി പിന്നീട് വരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് 1990 65-ാം ഭേദഗതിയിലൂടെയാണ് ഇത്തരത്തില് ഭരണഘടനയില് മാറ്റങ്ങൾ വരുത്തുകയും അതിന്റെ സ്ട്രക്ചർ ഒന്ന് അഴിച്ചു പണിയുകയും ചെയ്തത് 1990 അങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സ് മൾട്ടി മെമ്പർ കമ്മിറ്റി ആയിട്ട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ മാറ്റിയെടുത്തത്. ഇപ്പോ നിലവില് എത്ര അംഗങ്ങളുണ്ട്?
നാഷണൽ കമ്മീഷൻ ഫോർ SC അറിയോ ആർക്കെങ്കിലും? ദേശീയ പട്ടികജാതി കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങള്. 5 അംഗങ്ങള്. കറക്റ്റ് ആണ്. അതായത് ഒരു ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. ഒരു ചെയർമാൻ പ്ലസ് മറ്റൊരു ഒരു വൈസ് ചെയർമാൻ, പിന്നെ എന്ത് വേണം? 3 മെമ്പേഴ്സും ഉണ്ട്, 3 അംഗങ്ങളുണ്ട്. 1+1+3 എന്നുള്ള ഒരു ഫോർമുല ഓർത്തു വെച്ചേക്കുക. ഇത് തന്നെയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ST, നാഷണൽ കമ്മീഷൻ ഫോർ OBC പിന്നാക്ക വിഭാഗം, അവരുടെ എല്ലാം കാര്യങ്ങൾ ഒറ്റയടിക്ക് പഠിക്കാം. ഇത് ഒരെണ്ണം മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കോമൺ ആണ്. പിന്നെ വരുന്നത് ആകെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ ചെയർമാൻ, രണ്ടാമത്തെ ചെയർമാൻ, ലാസ്റ്റ് ചെയർമാൻ എന്നീ കാര്യങ്ങളിലാണ് ആകെ ഒരു വ്യത്യാസം എന്ന് പറയാനുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. അപ്പൊ അമെന്റ്മെന്റ് എത്രാമത്തെ അമെന്റ്മെന്റ് ആയിരുന്നു ഇതിനെ കുറിച്ച് പറഞ്ഞത്? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഏത് ഭരണഘടനാ അമെന്റ്മെന്റ് പ്രകാരം ഇത് നിലവിൽ വന്ന? 104. 100-ന് ശേഷമുള്ള ഭരണഘടനാ അമെന്റ്മെന്റുകൾ അറിയാവോ? 101 എന്തായിരുന്നു? GST. 102 ബംഗ്ലാദേശിന്റെ സ്ഥലങ്ങൾ ഇന്ത്യക്ക് കൊടുത്തതാണോ? 100ആണോ? ഏതാണ്? അല്ല, 102 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കൊടുത്തു. നാഷണൽ കമ്മീഷൻ ഫോർ OBCക്ക് എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കൊടുത്തതാണ്. 103 പിന്നോക്ക സമുദായക്കാർക്കുള്ള സംവരണം. EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് 10% റിസർവേഷൻ കൊണ്ടുവന്ന അമെന്റ്മെന്റ് ആണ് 103-ാമത്തെ. 104 ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് SC/ST-കാരുടെ ലോകസഭയിലെയും നിയമസഭയിലെയും പ്രാതിനിധ്യം 10 വർഷത്തേക്കൂടി നീട്ടുകയും ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷൻ എടുത്ത് കളയുകയും ചെയ്ത ഒരു അമെന്റ്മെന്റ് ആണ് 104-ാമത്തെ അമെന്റ്മെന്റ്. ഇനി ലാസ്റ്റ് 105 അപ്പൊ സാമൂഹികമായിട്ടും എന്താണ് സാമ്പത്തികമായിട്ടും പിന്നിൽ നിൽക്കുന്നവർക്ക് എന്താണ് അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്, അവരുടെ ലിസ്റ്റ് തയ്യാറാക്കുവാനായിട്ട് സ്റ്റേറ്റിന് എന്താ പവർ കൊടുത്തിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് 105-ാമത്തെ അമെന്റ്മെന്റ്. 105-ാമത്തെ അമെന്റ്മെന്റ് സാമൂഹികവും സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന അവരുടെ പട്ടിക തയ്യാറാക്കുവാനായിട്ട് സ്റ്റേറ്റിന് പെർമിഷൻ കൊടുത്തിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് 105. മറന്നു പോകാണ്ടിരിക്കുക. 101 GST, 102 നാഷണൽ കമ്മീഷൻ ഫോർ OBCക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവി കൊടുത്ത ഒരു എന്താണ് അമെന്റ്മെന്റ് ആണ് 102. 103 EWS, 104 ഇപ്പൊ നമ്മൾ പറഞ്ഞു റിസർവേഷൻ ഓഫ് എന്താണ് SC and ST ഇൻ പാർലമെന്റ് ആൻഡ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി അല്ലെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർ അനദർ 10 years. അതാണ് അടുത്ത 10 വർഷത്തേക്ക് കൂടി എന്താണ് ഇവരുടെ ഒരു എന്താണ് പ്രസൻസ് 10 വർഷത്തേക്ക് റിസർവ് ചെയ്തേക്കണാണ്. പിന്നീട് വന്നതാണ് എന്ത് 105-ാമത്തെയാണ് അവസാനമായിട്ട് വന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയി എന്നുള്ളൂ. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ 65-ാം ഭരണഘടനാ ഭേദഗതി അടുത്താണ്. 90-ലെ 65-ാം ഭേദഗതിയിലൂടെ എന്താണ് ഒരു മൾട്ടി മെമ്പർ കമ്മീഷൻ ആക്കി മാറ്റി. എന്തിനെ? നാഷണൽ കമ്മീഷൻ ഫോർ SC and ST. അതിനുശേഷമാണ് സുപ്രധാനമായിട്ടുള്ള ഒരു ഭേദഗതി വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ മുമ്പിലുള്ള ഒന്നും പഠിച്ചില്ലെങ്കിലും ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണം. കാരണം ഇതാണ് ചോദിക്കുള്ളൂ. 2003-ലെ 89-ാമത്തെ ഭേദഗതി പ്രകാരം 2003-ലെ 89-ാമത്തെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. പുതിയൊരു വന്നൊരു നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന, ലിഖിതമായിട്ടുള്ള ഭരണഘടന. അപ്പൊ അതിനെ ഇങ്ങനെ മാറ്റലും തിരുത്തലും ഒക്കെ ആയിട്ട് കുറെ പ്രാവശ്യം ഇത് തിരുത്തിയിട്ടുണ്ട്. ഭരണഘടന നിലവിൽ വന്നത് 1947-ലാണെന്ന് ഓർക്കുക. ആ 47-ൽ നിലവിൽ വന്ന് ഇന്ന് വരെ 105 അമെന്റ്മെന്റ് ഇതുവരെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ആദ്യം വലിയ ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭരണഘടനയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ആകെ കൂടി അമെന്റ്മെന്റ് ചെയ്തേക്കണ വിരലിലെണ്ണാവുന്ന അത്രയും
തവണ മാത്രമാണ്. അത് 1700 എന്തായിരുന്നു അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്? 1769 ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാലും ഇപ്പൊ നമ്മളെക്കാളും ഒക്കെ 100-300 കൊല്ലം മുമ്പ് വന്നതാ. എന്നിട്ട് കൂടി അത് എന്താണ് അമെന്റ്മെന്റ് ചെയ്തേക്കണ വിരലിലെണ്ണാവുന്ന തവണ മാത്രമാണ്. ഇന്ത്യ 47 വന്നിട്ട് ഇതുവരെ 105 തവണ ഇതിൽ മാറ്റം വരുത്തി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എന്താണ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് മാറ്റങ്ങളൊക്കെ വരുത്തുവാനായിട്ട്. എന്നാൽ അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത് അത്ര എന്താണ് വളരെയധികം റിജിഡ് ആണ്. അതിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികകരമല്ല എന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ 2003 89 ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്? ഇനി ഇതേപോലെ പോയാൽ പോരാ. അപ്പോ എന്താണ് പോപ്പുലേഷൻ കൂടുകയും ഈ കമ്മീഷന്റെ ചുമതല കൂടുകയും ചെയ്തു. അപ്പൊ ഇത്രയും എസ് ടിയുടെ കാര്യം നോക്കുക എന്ന് പറയുന്നത് എന്താണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സമയമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരികയും രണ്ട് വിഭാഗങ്ങൾക്കും വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ വരികയും ചെയ്യുന്ന അവസരത്തിലാണ് എന്ത് ചെയ്തത്? ഈ 2003 89 ഭേദഗതി പ്രകാരം ഇതിനെ വിഭജിച്ച് രണ്ടാക്കി മാറ്റിയത്. അങ്ങനെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ SCയും നാഷണൽ കമ്മീഷൻ ഫോർ ST ആയിട്ടും സെപ്പറേഷൻ ചെയ്തത്. ഏത് ഭേദഗതിയിലാണ്? 89 ഭേദഗതി എന്നാണ് 2003 89 ഭേദഗതിയിലൂടെയാണ്. അങ്ങനെ ഭേദഗതി ചെയ്തതിന് ശേഷം 2004 ഫെബ്രുവരി 19 എന്ത് വന്നു? നാഷണൽ കമ്മീഷൻ ഫോർ SC നിലവിൽ വന്നു. സെപ്പറേറ്റ് ഒരു ബോഡി ആയിട്ട്, അതായത് SC കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ കാര്യം മാത്രം നോക്കുന്ന ഒരു ബോഡി ആയിട്ട് മാറി. അതെന്നാണ്? 2004 മൈക്കോണോ അപ്പൊ അവർക്ക് അപ്പൊ ഫെബ്രുവരി 19 ഇതേ ഡേറ്റ് തന്നെയാണ് എന്ത് നാഷണൽ കമ്മീഷൻ ഫോർ എന്താണ് ST കൂടി നിലവിൽ വന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടും ഒരേ ഡേറ്റ് ആണ്. കാരണം സ്പ്ലിറ്റ് ചെയ്തതാണ്. ഈ രണ്ടും ഒന്നായിരുന്നതിനെ സ്പ്ലിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ ഡേറ്റിലാണ് നിലവിൽ വന്നത്. ഇനി ഇതിന്റെ ഘടന എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ സ്ട്രക്ചറിൽ എത്ര മെമ്പേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അംഗങ്ങളാണെന്ന് പറഞ്ഞു. ചെയർമാൻ, വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, മുന്നേ 3 അംഗങ്ങളാണ്. ഇനി ഈ അംഗങ്ങളുടെ നിയമിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അപ്പോ റിമൂവ് ചെയ്യുന്നത് ആർക്കേ പറ്റുള്ളൂ? പ്രസിഡന്റിന്. അപ്പൊ പ്രസിഡന്റ് നിയമിച്ച ഒരാളെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് തന്നെ തീരുമാനിക്കണം. അപ്പൊ പ്രസിഡന്റ് തന്നെയാണ് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ സേവന വ്യവസ്ഥയും അതേപോലെ കാലാവധിയും തീരുമാനിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. നോർമലി ഇപ്പോ ഇവർക്ക് ലഭിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 3 വർഷമാണ്. 3 വർഷത്തേക്കാണ് ചെയർപേഴ്സന്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് സാർ ഉള്ളത്? ഏതിലാണ്? സെയിം ആണോ? എല്ലാത്തിലും സെയിം. നാഷണൽ കമ്മീഷൻ ഫോർ ST OBCയിലൊക്കെ 5 അംഗങ്ങളാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കേ സാർ. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം നിങ്ങളോട്, ഇത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? ഏത് മന്ത്രാലയത്തിനാണ്, അതായത് ഏത് മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലാണെന്നും കൂടി ഓർത്തു വെച്ചുക. ഏതാണ്? സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന് കീഴിലാണ് ഏത് വർക്ക് ചെയ്യുന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ SC. അങ്ങനെയാണെങ്കിൽ ST ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? ST ഏത് മന്ത്രാലയത്തിന് കീഴിലാ? സോഷ്യൽ ജസ്റ്റിസ് അല്ല, അത് മിനിസ്ട്രി ഓഫ് ഗോത്ര മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ കീഴിലാണ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ കീഴിലാണ്. അത് പറയുമ്പോൾ പറയാം. ട്രൈബൽ അഫയേഴ്സിന്റെ കീഴിലാണ് ST, നാഷണൽ കമ്മീഷൻ ഫോർ ST പ്രവർത്തിക്കുന്നത്. ഇനി ഇവരെല്ലാവരും ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ എല്ലാവരും തന്നെ ഒരു റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം? അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും നിലവിലെ രാജ്യത്തെ
ഇപ്പോഴത്തെ കറണ്ട് സെനാരിയോ അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചുള്ള റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം? പ്രസിഡന്റിന് സമർപ്പിക്കണം. എന്താ ആരെങ്കിലും പറഞ്ഞോ? ഓക്കെ, പ്രസിഡന്റിന് സമർപ്പിക്കണം. സോ പ്രസിഡന്റ് ആണ് പിന്നീട് അതെന്ത് ആ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും വയ്ക്കുന്നത്. എന്നിട്ട് പാർലമെന്റ് എന്ത് ചെയ്യും? ഈ റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ നടത്തുകയും ആവശ്യ കാര്യങ്ങളിൽ എന്ത് ചെയ്യും? റെക്കമെൻഡേഷൻ ചെയ്യുകയും ചെയ്യും. അതെല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. പ്രസിഡന്റ് പിന്നീട് അത് എന്ത് ചെയ്യും? പാർലമെന്റിൽ വെക്കും. ഇനി സ്റ്റേറ്റുമായിട്ട്, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതില് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ SC ആൻഡ് ST എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഭരണഘടനയിൽ പറയുന്നില്ല. സോ ഇവരെന്ത് ചെയ്യും? സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റിലും നടക്കുന്ന ഇത്തരത്തിലുള്ള SC വിഭാഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റിപ്പോർട്ട് അവർ അതാത് എന്ത് ചെയ്യും? ഗവർണർമാർക്ക് സമർപ്പിക്കുകയും ഗവർണർമാർ പിന്നീട് അതെന്ത് ചെയ്യും? നിയമസഭയിൽ വെക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ റിപ്പോർട്ട് രണ്ടുപേർക്കാണ് നാഷണൽ കമ്മീഷൻ ഫോർ SC സമർപ്പിക്കുന്നത്, ഒന്ന് രാഷ്ട്രപതിക്കും ഒന്ന് ഗവർണർക്കും. ഇനി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇത്തരത്തില് SC വിഭാഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ നടന്ന ഒരു കുറ്റകൃത്യത്തിനോ അല്ലെങ്കിൽ മറ്റ് എന്താണ് അവരുടെ അവകാശ ലംഘനത്തിനോ എതിരെ എന്തെങ്കിലും ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ അന്വേഷണം നടത്തുകയും ആ ഒരു അവസരത്തിൽ എന്ത് ചെയ്യും? അന്വേഷണം നടത്തുന്ന ഒരു അവസരത്തിൽ ഒരു സിവിൽ കോടതിയുടെ, അതാണ് ഞാൻ പറഞ്ഞ ആദ്യം, ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡി കൂടിയാണ്. ഒരു സിവിൽ കോടതിയുടെ സമാനമായിട്ടുള്ള ഒരു അധികാരങ്ങൾ ആർക്ക് കിട്ടുന്നുണ്ട്? നാഷണൽ കമ്മീഷൻ ഫോർ SCക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സമൻസ് അയച്ചു വരുത്തുവാനും അതിന്മേൽ ഒരു അന്വേഷണം നടത്തുവാനും വേണ്ട അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷാ നടപടികൾ എന്താക്കാണ്? ശുപാർശ ചെയ്യുവാനായിട്ടും അധികാരമുള്ള ഒരു ബോഡിയാണ് ആര്? നാഷണൽ കമ്മീഷൻ ഫോർ SC. ഇനി ഇതിൽ പ്രധാനപ്പെട്ട അതിന്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ അധികം ഒന്നും ഡീറ്റെയിലിംഗ് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് അവരുടെ ഡീറ്റെയിൽ ഫംഗ്ഷൻ ഒന്നും നോക്കേണ്ട നമുക്ക് ആവശ്യമില്ല. അപ്പൊ മെയിൻ ആയിട്ട് അവരുടെ പ്രൊട്ടക്ഷൻ ആണ് ആര് ചെയ്യുന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ SC ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് നമ്മൾ ഏറ്റവും പിന്നീട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ആദ്യത്തെ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ PSC എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ആദ്യ ചെയർപേഴ്സൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂരജ് ബാൻ ആണ്. സൂരജ് ബാൻ ആണ് ആദ്യത്തെ SC ചെയർപേഴ്സൺ. ഇനി ആദ്യമായിട്ട് 2 തവണ ഒരേ ആള് തന്നെ 2 പ്രാവശ്യം ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അത്തരത്തിലായിട്ടുള്ള വ്യക്തി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് PL പൂനിയാണ്. PL പൂനിയാണ് എന്ത് ചെയ്തത്? 2 തവണ ചെയർപേഴ്സൺ പദവി അലങ്കരിച്ചിട്ടുള്ള PL പൂനിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. എന്നാൽ നിലവില് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, നിലവില് നാഷണൽ കമ്മീഷൻ ഫോർ SCയുടെ ചെയർമാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിജയ് സാപ്ലെ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. വിജയ് സാപ്ലെ അപ്പോയിന്റ്മെന്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നിലവിലെ നാഷണൽ കമ്മീഷൻ ഫോർ SCയുടെ ചെയർമാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് സാപ്ലെ. ഓർത്തു വെച്ചേക്കാൻ എളുപ്പമുണ്ട്. വിജയ് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, വിജയ് അല്ലേ? എളുപ്പമല്ലേ? എളുപ്പമാണോ? ആദ്യത്തെ സൂര്യൻ ഇപ്പോഴത്തെ വിജയാണ്. അങ്ങനെ ഓർത്താലും മതി. ആദ്യത്തെ സൂരജിനെ ഓർക്കാം, പിന്നത്തെ ഇപ്പോഴത്തെ വിജയാണെന്ന് വെച്ചേക്കാം. 2 തവണ ആയത് PL പൂനിയാണ്. ചിലപ്പോൾ അത് ചോദിക്കാം, അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. പുതിയ വന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വർഷം ചോദിക്കോ? വർഷം ചോദിക്കാം. എന്നാണ് ഈ എന്താണ് ഭരണഘടന പദവി ലഭിച്ചത്? അപ്പൊ 2004 ഫെബ്രുവരി 19. അത് ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം. PSC ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആരാണ് ആദ്യത്തേത്? എന്നാണ് സ്ഥാപിതമായത്? എത്ര അംഗങ്ങളുണ്ട്? എന്താണ് അവരുടെ ഫംഗ്ഷൻ? ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. ബേസിക് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൽ നിന്ന് ചിലപ്പോൾ തിരിച്ചും മറിച്ചും ചിലപ്പോൾ എന്ത് ചെയ്യും? 3 സ്റ്റേറ്റ്മെന്റ് തരും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ചിലപ്പോൾ താഴെ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ SCയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? താഴെ പറയുന്നതിനുള്ള പ്രസ്താവനകൾ ശരിയേത് തെറ്റേത് എന്നിട്ട് ചോദിക്കും. SC ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 339 നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19. ഇതിലെ അംഗങ്ങൾ 3 പേര്. A, B, C 3 പ്രസ്താവന തന്നു. എന്നിട്ട് തരും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്?
എന്നിട്ട് തരും എ ഒള്ളി, ബി ഒള്ളി, ബി ആൻഡ് സി ഒള്ളി, ഓൾ. ഏത് വരും രംഗീഷ് എന്ന് പറഞ്ഞേ? ഏത് വരും? ഒന്നുകൂടി ക്ലിയർ ആക്കി പറയൂ സാറേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ SC ആയിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഏതാണ് ശരിയായതെന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് 339. പിന്നെ ഇത് നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19. ഇതിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം 3 പേരാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ABC 3 പ്രസ്താവനയുണ്ട്. അതിൽ ഏതാണ് ശരി? രണ്ടെണ്ണം പറയാം. എ ആണോ? എ അല്ല, ബി മാത്രം. ബി മാത്രം. 2014 ഫെബ്രുവരി 10. പിന്നെ 38-ാമത്തെയാണ് 338. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ PSCക്ക് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ പ്രസിഡന്റ് ആണെന്നല്ലേ? ഇതിപ്പം ഇതിന് രാജിക്കത്തിന്റെ അങ്ങനെയൊക്കെ വരുമോ? രാജി സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. എല്ലാം പ്രസിഡന്റ് തന്നെയാണ് അല്ലേ? ഓ അത് തന്നെ. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിലാണ്. അതിന് രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റും ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ബാക്കി എല്ലാ കേസിലും പ്രസിഡന്റിന് തന്നെയാണ് രാജി കൊടുക്കുന്നത്, നീക്കം ചെയ്യുന്നത്. ആകെ കൂടി എന്തിന്റെ കേസിൽ മാത്രമാണ് സ്റ്റേറ്റിന്റെ മാത്രം കേസിൽ, മറ്റുള്ള കേസിൽ ഗവർണർ തന്നെ കൊടുക്കൂട്ടോ. ഒരു ട്വിസ്റ്റ് ഉള്ളത്, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പറയാം, ഇലക്ഷൻ കമ്മീഷനെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആവുണ്ടോ? അപ്പൊ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കഴിഞ്ഞിട്ട് ഞാനതൊരു പട്ടികയായിട്ട് നിങ്ങൾക്ക് തരാം. അപ്പൊ അതില് സാലറി, ടേം, ആരാണ് അപ്പോയിന്റ് ചെയ്യണത്, ആരാണ് റിമൂവ് ചെയ്യണത്, എത്ര അംഗങ്ങളുണ്ട്, എന്താണ് അവരുടെ ഫംഗ്ഷൻ എന്നുള്ളത് ഒരു ചെറിയൊരു പട്ടികയിലാക്കിയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഒറ്റയടിക്ക് എല്ലാ റിവിഷനും കഴിയും. ആ രീതിയിൽ ഒരു ഞങ്ങളുടെ എക്സാം ആവുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നോളൂ സാറേ. ഓ ശരി, ഞാൻ ഈ ആഴ്ച തന്നെ തന്നേക്കാം. ഈ ആഴ്ച നിങ്ങളുടെ കഴിഞ്ഞു, ഇതിപ്പോ ഏകദേശം തീരാറായി. ഇതില് ഒരുവിധം ഇനി ഒരു 3 എണ്ണം കൂടെ ഉള്ളു, 2 എണ്ണം കൂടെ ഉള്ളു. അത് എളുപ്പത്തിൽ തീരും. അപ്പത്തേക്ക് ഞാൻ തരാട്ടോ. അപ്പൊ അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക്. അപ്പൊ പുതിയൊരു വന്ന PSC ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടുക. അപ്പൊ നമ്മള് ശ്രദ്ധിച്ചു വായിക്കണം. ഓരോ സ്റ്റേറ്റ്മെന്റും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് എന്ത് ചെയ്യും, മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കലായിരിക്കും നമുക്ക് പ്രധാന വിനോദം. പിന്നെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തെറ്റിയും പോകും. അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ SC നമ്മൾ പറഞ്ഞു. അടുത്തത് സ്പ്ലിറ്റ് ചെയ്തായിരുന്നു അല്ലെ, ST ആയിട്ട് മാറി. അപ്പൊ ഞാനിത് വീണ്ടും ഒന്ന് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം വരുന്നു. ഇവിടെ ആകെ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇത് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികവർഗ കമ്മീഷന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പട്ടികവർഗ വിഭാഗത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനും അവരുടെ എന്ത് ചെയ്യുക, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുകയുമാണ് ഈ കമ്മീഷന്റെ ചുമതല. എന്നാ ഇത് മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയാം അല്ലെ. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50-55 കൊല്ലം ആവാറായി അല്ലെ, 50 കൊല്ലത്തിന് മേലെയായി. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പട്ടികവർഗം SC ST കാരുടെ ഒക്കെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഫണ്ട് ചെലവഴിക്കണൊക്കെ ആര് കൊണ്ടുപോകുന്നുണ്ട്? ഈ കമ്മീഷനിലെ അംഗങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതിനൊരു മുടക്കം വന്നിട്ടില്ല. പിന്നെ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് തൊട്ടടുത്ത് താഴെ തന്നെ അത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 338A ആണ്. ആദ്യം പറഞ്ഞത് എത്രയായിരുന്നു? വെറും 338 ആയിരുന്നു. ഇതെത്രയാണ്? 338A ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി എന്നാണ് നിലവിൽ വന്നത്? നിലവിൽ വന്നത് രണ്ടും ഒരേ ഡേറ്റിലാണ്. 2004 ഫെബ്രുവരി 19 ഇത് നിലവിൽ വന്നത്. ഈ ഒരു ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിന്റെ ആസ്ഥാനം ലോക് നായക് ഭവന. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, ഞാൻ കഴിഞ്ഞില്ല ഈ ലോക് നായക് ഭവൻ പറഞ്ഞിട്ടില്ല. അപ്പോ SCയുടെ കൂടി ആസ്ഥാനം എന്താണ്? ലോക് നായക് ഭവൻ ആണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. രണ്ടിന്റെ ആസ്ഥാനം സെയിം തന്നെയാണ്. ഇനി നിയമനവും അതേപോലെ തന്നെ നീക്കം ചെയ്യലും ആരാണ്? പ്രസിഡന്റ് ആണെന്നും കൂടി ഓർത്ത് വെച്ചേക്കുക. നിയമനവും നീക്കം ചെയ്യലും പ്രസിഡന്റ് ആണ് എന്ന് ഉള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അടുത്ത
ഇനി ഇത് ഏത് മിനിസ്റ്ററിന്റെ അണ്ടറിലാണ്? അത് നമ്മൾ പറഞ്ഞു, SC പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് അല്ലെങ്കിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് എന്ത് ST, നാഷണൽ കമ്മീഷൻ ഫോർ ST പ്രവർത്തിക്കുന്നതെന്ന് സെപ്പറേറ്റ് ഓർത്തു വെച്ചേക്കുക. ഇനി ഇതിൽ ആദ്യത്തെ ചെയർമാനെ നിങ്ങൾ കണ്ടു പരിചയട്ടുണ്ടാവും അല്ലെ, കൻവർ സിംഗ് കേട്ടിട്ടുണ്ടല്ലോ. 1857 റിവോൾട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ദേശീയ കലാപം അല്ലെ. ആരയിൽ നിന്ന് എന്താണ് ആരെയല്ലായിരുന്നു, ആരായിരുന്നു കൻവർ സിംഗ്? ആരാ? ബീഹാറിലല്ലേ? ആ ബീഹാറിലെ ആരാ അല്ലേ? ബീഹാറില് ആയിരുന്നു അല്ലെ കൻവർ സിംഗ്. ബീഹാറില് ആരാ കൻവർ സിംഗ് എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ആരെയും കൂടി ഉണ്ട്. അപ്പൊ ബീഹാറിലാണ് കൻവർ സിംഗ് 1850 റിവോൾട്ട് നടക്കുമ്പോ, അതായത് വിപ്ലവം നടക്കുമ്പോ ആ ഒരു പ്രദേശത്ത് ലീഡ് ചെയ്തത് ആരാണ്? കൻവർ സിംഗ് ആണ്. ആ ഒരു കൻവർ സിംഗ് ഈ ഒരു കൻവർ സിംഗും ഒരേ ആളല്ല കേട്ടോ. അത് അന്തകാലം, ഇത് ഇന്തകാലം. അപ്പൊ ഇത് പുതിയ കൻവർ സിംഗ് ആരാണ്? STയുടെ ആദ്യത്തെ ചെയർമാനായിട്ടുള്ള ചെയർമാനാണ് ആര്? കൻവർ സിംഗ്. അപ്പൊ നിയമനം ഒന്ന് ശ്രദ്ധിക്കുക, 3 വർഷത്തേക്ക് തന്നെയാണ് കണ്ടോ. കാലാവധി 2004 തൊട്ടിട്ട് 2007. ഞാൻ ഇതിൽ വീണ്ടും അത് പറഞ്ഞിട്ടില്ല, 3 കൊല്ലം തന്നെയാണ്, 3 ഇയർ തന്നെയാണ് STയുടെ കാലാവധി. ഇനി 2 തവണ ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്? ചെയർമാൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തിയുടെ പേരാണ് എന്ത്? രാമേശ്വർ ഒറാവോൺ. ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ORAON ആണ് ഇദ്ദേഹത്തിന്റെ പേര്, രാമേശ്വർ ഒറാവോൺ ഓർത്ത് വെച്ചേക്കുക. നിലവിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹർഷ് ചൗഹാൻ ആണ് ഈ ഒരു സ്ഥാനം വഹിക്കുന്നത്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർഷ് ചൗഹാനും. മറ്റേടത്ത് ആരായിരുന്നു? വിജയ് സാപ്ലെ. ഇത് കറണ്ട് അഫയേഴ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഹർഷ് ചൗഹാൻ ആണ്. 2 തവണ ആയിട്ടുള്ളതാണ് രാമേശ്വർ ഒറാവോൺ. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ ഇത്രയും പോയിന്റ് മതി. ഡൗട്ട് ഉണ്ടായിരുന്നേ. ഇതിലെ അംഗങ്ങള് SC ST തന്നെ അംഗങ്ങൾ തന്നെ ആവണം നിർബന്ധമുണ്ടോ? അതുണ്ട്. ഓക്കെ. ഓക്കെ. കൊടുത്തോളന്നില്ല. മറ്റൊരു വിഭാഗത്തിലെ ഒരേ വിഭാഗത്തിൽ തന്നെ ആയാൽ പോലും കൊടുത്തോളന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ പിന്നെ വേറൊരു വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ, ഫണ്ട് പോണ വഴി അറിയില്ല. അപ്പൊ അതേ വിഭാഗത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതില്? ഓക്കെ, എന്നാ അടുത്തതിലേക്ക് പോവാം. ജസ്റ്റ് നിങ്ങൾ ഒരു തവണ വായിച്ചു നോക്കുമ്പോൾ അത് ക്ലിയർ ആവും കേട്ടോ. എന്നിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ഇപ്പൊ പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഇതിന് പുറത്തുനിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക കേട്ടല്ലോ. വരൂല, അത് വേറെ കാര്യം. ജോയിൻ ചെയ്തോ. ഇനി അടുത്തത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അടുത്തത് 3ാമത്തെ കാറ്റഗറിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ OBC. അപ്പൊ OBC അല്ലെ, അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്നാണ് OBC അറിയപ്പെടുന്നത്. അപ്പൊ ഇതിൽ അറിയേണ്ട ഒരു കാര്യം, ഈ ഒരു കമ്മീഷൻ ഫോം ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. അത് ഏത് കേസാണെന്നറിയോ? ഏതാണെന്നറിയോ? ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ നിങ്ങൾ ഓർക്കുക, ഇതിൽ OBC വിഭാഗങ്ങൾക്ക് ഈ ഒരു റിസർവേഷൻ, അതായത് നിങ്ങൾ എത്രയാണ് റിസർവേഷൻ എന്ന് പറയുന്നത്? 27% കണ്ടല്ലേ വരുന്നത്? 27%. ഓക്കെ, 27% റിസർവേഷൻ വരുന്നത്. അപ്പൊ ആ ഒരു റിസർവേഷൻ ലഭിക്കാനായിട്ടുള്ളൊരു
കേസ് ആണ് എന്താണ് ഇന്ദിരാ സോനി വിസിസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇന്ദിരാ സോനി വിസിസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിന്റെ കാരണം BJP ഗവൺമെന്റ് എന്താണ് അധികാരത്തിലിരിക്കുമ്പോൾ BJP ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ ഇന്ദിരാ സോനി അതായത് മണ്ഡൽ കമ്മീഷൻ, ഈ ഒരു കമ്മീഷൻ, ഈ ഒരു കേസ് വീണ്ടും അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മണ്ഡൽ കമ്മീഷൻ കേസ് എന്ന്. അപ്പൊ മണ്ഡൽ കമ്മീഷനെ എന്ത് ചെയ്തു, OBC വിഭാഗങ്ങൾക്ക് എന്താണ് ജനതാ പാർട്ടി, BJP അല്ല കേട്ടോ, ജനതാ പാർട്ടിയാണ് 1979 BJP അല്ല, ജനതാ പാർട്ടിയാണ്. ജനതാ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴാണ് മണ്ഡൽ കമ്മീഷനെ നിയമിച്ചത്. ഈ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ BJP അല്ല, അല്ലല്ലല്ല, നമ്മളെ 1978 മൊറാർജി ദേശായി പറഞ്ഞിട്ട് പറയുമ്പോഴേ ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് പറയണ്ട പഞ്ചവത്സര പദ്ധതിയിലെ. ഞാൻ വിചാരിച്ചു BJP മൊറാർജി ദേശായി അത് തന്നെയാണ് ജനതാ പാർട്ടി. BJP അല്ല. BJP അധികാരത്തിൽ വന്നത് 95 ശേഷം 98 ഓക്കെ സാർ, ഇത് 78 കാണുന്നത്. ഇത് 79 പെട്ടെന്ന് ഞാനും ജനതാ പാർട്ടി ആ ഒരു ഓർമ്മയില് ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു രീതിയിൽ പറഞ്ഞ ജനതാ പാർട്ടി വേറെയാണ്, ഓർത്ത് വെച്ചേക്കുന്നത്. 1979 ആ ജനതാ പാർട്ടി എന്ത് ചെയ്തു, മണ്ഡൽ കമ്മീഷൻ, അപ്പൊ മണ്ഡലാണ് അതിന്റെ ചെയർമാൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ആ മണ്ഡൽ കമ്മീഷനെ എന്ത് ചെയ്തു, അപ്പോയിന്റ്മെന്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്, OBC വിഭാഗങ്ങൾക്ക് 27% സംവരണം കൊടുക്കുക, ഗവൺമെന്റ് ജോലികളിൽ കൊടുക്കുന്നതിനെ ചൊല്ലി അതിനെ എന്ത് ചെയ്തു, അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ചു. അപ്പൊ ഇതില് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് ഇത് ഈക്വാലിറ്റിക്ക് ആർട്ടിക്കിൾ 14 എന്താ, ഈക്വാലിറ്റി ആണ് അല്ലെ. അപ്പൊ ഈക്വാലിറ്റിക്ക് എതിരാണെന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പേഴ്സൺ ഓഫ് ഇൻഡസ്ട്രിഫിക്കേഷൻ ബില്ല് എന്ത് ചെയ്തു, കൊടുത്തു. അങ്ങനെയാണ് ഈ കേസ് വരുന്നത്. ഈ കേസിൽ വിധി പറഞ്ഞത് ഒരു 9 അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞത്. 9 അംഗം എന്ന് വെച്ചാൽ 9 ജഡ്ജ്മെന്റ് കാണും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, 9 അംഗങ്ങൾ ആ ബെഞ്ചിലുണ്ടെങ്കിൽ ഈ വിധിയെ മറികടക്കാനായിട്ട് 10 അംഗങ്ങളുള്ള ഒരു ബെഞ്ച് പിന്നീട് ഇനി എന്ത് ചെയ്യണം, കൂടണം. എങ്കിൽ മാത്രമാണ് നിലവിൽ ഇത് എടുത്ത് കളയാൻ പറ്റുള്ളൂ. അന്ന് ഈ ബെഞ്ചിലെ 6:3 എന്നുള്ള ഒരു വെർഡിക്റ്റ് ആണ് വന്നത്. 6:3 എന്ന് വെച്ചാൽ 6 പേര് ഇതിനെ അനുകൂലിക്കുകയും 3 പേര് ഓപ്പോസിഷൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, OBC വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്തത്, 27% സംവരണം വിഭാവനം ചെയ്തത്. അപ്പൊ അതിന് കാരണമായിട്ടുള്ളൊരു അതുപോലെ തന്നെ അത് ഉറപ്പാക്കാനും അതിന്റെ കാര്യങ്ങൾ നോക്കുവാനായിട്ടാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനും കൂടി ഇതിന് ഫോർമേഷൻ രൂപീകരിച്ചത്. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നോക്കാം. ഇതൊന്നും ടാങ്ക് ഫയലിലൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഇതൊക്കെ നമ്മൾ നോക്കിയെടുക്കണം. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ മെത്തേഡിൽ പഠിക്കാൻ ശ്രമിക്കുക, കാര്യങ്ങൾ അതിന്റെ റൂട്ട് മനസ്സിലാക്കി പഠിക്കുക. ചിലതൊന്നും റാങ്ക് ഫയലിൽ കാണൂല. അപ്പൊ ഇത് രൂപം കൊണ്ട വർഷം എന്ന് പറയുന്നത് 93 ഓർത്ത് വെച്ചേക്കുക. 93 ഇത് ഫോം ചെയ്തത്. മറ്റേത് എത്രയിലായിരുന്നു, 1994 ഫെബ്രുവരി 9 ഇത് രൂപം കൊണ്ടതാണ്. ഇതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി ലഭിച്ചിട്ടില്ല, മനസ്സിലാക്കുക. 93 ഫോം ചെയ്തെങ്കിലും ഇതിന് 2004 അതെ അല്ലല്ല 2004 മറ്റേ SC/ST ആണ്. ഡൗട്ട് ഉണ്ടോ? 2004 SC/ST 2004 SC/STക്ക് ഭരണഘടനാ പദവി ലഭിച്ചു. ഇതിന് ഭരണഘടനാ പദവി അന്ന് ലഭിച്ചിട്ടില്ല. ഇത് 2018 ഞാനിപ്പോ പറഞ്ഞില്ല, അമെന്റ്മെന്റ് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ 102ാമത്തെ അമെന്റ്മെന്റ് കണ്ടോ, 102ാം അമെന്റ്മെന്റ് ആർട്ടിക്കിൾ 338 ഫെബ്രുവരി 19 ഇത് രണ്ട് സെപ്പറേറ്റ് ആയിന്നല്ലേ, ദേശീയ പട്ടികജാതി കമ്മീഷനും അത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ വേറെ. അവര് വന്നപ്പോ ഇതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി ഇല്ല. ആദ്യം പദവി കിട്ടിയത് SC/ST കമ്മീഷനാണ്. അന്ന് ഇത് വെറും ഒരു ആദ്യം 78 ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് SC/ST കമ്മീഷനെ നമ്മൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് ചരിത്രം എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ, അതേപോലെ ഒരു പദവിയിൽ ഇരിക്കുവായിരുന്നു എന്ത്, പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അന്ന് അവർക്ക് എന്തില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കിട്ടിയിട്ടില്ല. അതൊരു ഭരണഘടനാ സ്ഥാപനമായി മാറിയിട്ടില്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്റ്റീജും പ്രിവിലേജസും ഉണ്ട്. അത് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടുണ്ടായിരുന്നില്ല 93. പക്ഷെ എന്ത് കിട്ടി, ഇത് നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഒരു കേസായിട്ട് എടുത്തു പറയുന്നത് 92 ആ കേസ്, ഇന്ദിരാ സോനി വിസിസ് യൂണിയൻ ഓഫ് ഇന്ത്യ.
അത് പ്രകാരം കോടതി ശരിവെച്ചു 27% റിസർവേഷൻ കൊടുക്കണം. അതേ തുടർന്ന് രൂപം കൊണ്ട ഒരു ബോഡിയാണ് എന്ത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. 93-ല് ഫോം ചെയ്തു. അന്ന് അതിന് എന്തില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി ഇല്ല. കാര്യം ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഇനി ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിളിലാണ് ഈ ഒരു പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 338B. അപ്പൊ 3 ആർട്ടിക്കിൾ ഒരു തവണ പഠിച്ചു. 338 SC വെറും 338 പിന്നെ 338A ST പിന്നെ 338B എന്താണ് OBC. ഒറ്റയടിക്ക് 3 പഠിച്ചു. ഇനി നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നത് ആരാണ്? ഞാൻ അത് വീണ്ടും നിയമനം നീക്കം ചെയ്യലൊന്നും പറഞ്ഞ് എഴുതുന്നില്ല. എല്ലാ കേസിലും നിയമനവും നീക്കം ചെയ്യലും പ്രസിഡന്റ് ആണ്. കാലാവധി മറ്റു സേവന വ്യവസ്ഥകളും എന്താണ് തീരുമാനിക്കുന്നതും പ്രസിഡന്റ് ആണ്. കാലാവധി 3 വർഷമാണ്. അവിടെ 3 വർഷമാണ്, ഇവിടെ 3 വർഷമാണ്. 5 അംഗങ്ങളാണ്. പിന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് പ്രസിഡന്റിന് സമർപ്പിക്കുന്നുണ്ട്. പ്രസിഡന്റ് വീണ്ടും അത് പാർലമെന്റിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റിലെ ഗവർണർക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ഗവർണർ അത് എന്ത് ചെയ്യും, സ്റ്റേറ്റ് നിയമസഭയിൽ വെക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കോമണാ. ഒന്ന് പഠിച്ചാൽ തന്നെ ബാക്കി 3 കിട്ടും. നമ്പറും ആ നിലവിൽ വന്ന ആ ഒരു വർഷമൊക്കെ തന്നെ വ്യത്യാസമുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ചുമതല ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഇതിങ്ങനെ സെന്റൻസ് ആയിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട. OBC വിഭാഗങ്ങളുടെ ഉന്നമനം എന്താണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സംരക്ഷണം കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് ഉള്ള ചുമതല വഹിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആർക്കായാലും ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നുള്ളൂ അല്ലെ. ഇനി ഇതിൽ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് RN പ്രസാദ് ആണ്. ജസ്റ്റിസ് RN പ്രസാദ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. നിലവില് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൻസ്രാജ് ഗൻഗ്രം അഹിർ ആണ്. അത് ഇച്ചിരി പാടുണ്ട് പഠിക്കാനായിട്ട്. ഹൻസ്രാജ് ഗൻഗ്രം അഹിർ, ചിലപ്പോൾ അത് ചോദിക്കാം. ഹൻസ്രാജ് ആണ് നിലവിലുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി, ഹൻസ്രാജ് അഹിർ. ഗൻഗ്രം എന്ന് പറഞ്ഞു ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അഹിർ, ഹൻസ്രാജ് അഹിർ എന്നുള്ള പേര് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതുമായിട്ട് പഠിക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിൾ കൂടി നോക്കുവാനുണ്ട്. അത് ചിലപ്പോൾ എല്ലാവരും വിട്ടുപോകും. 342A എന്താണ്? അപ്പൊ OBC എന്ന് പറയുമ്പോൾ OBCയിൽ കുറെ വിഭാഗങ്ങളുണ്ട്. SC ST എന്ന് പറയുമ്പോൾ നമുക്ക് SC അല്ലെങ്കിൽ ST വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ OBC എന്ന് പറയുമ്പോൾ അതിൽ പല വിഭാഗങ്ങൾ വരുന്നുണ്ട്. അത് ഏതെല്ലാം ജനവിഭാഗങ്ങളെയാണ് ഈ പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണെന്ത്? 342A. 342Aയിലാണ് ഏതൊക്കെ വിഭാഗങ്ങളെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളാണ് OBCയിൽ ഉള്ളത് എന്ന് ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? സർ, ആ നിലവിലെ ആളുടെ പേര് ഒന്നുകൂടെ പറയോ? ക്ലിയർ ആയില്ല അത്. ഹൻസ്രാജ് അഹിർ അല്ലെങ്കിൽ ഹൻസ്രാജ് ഗൻഗ്രം അഹിർ. ഗൻഗ്രം എന്ന് ഓർത്ത് വെക്കണ്ട, ഹൻസ്രാജ് അഹിർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. വലിയ പേരല്ലേ? വലിയ പേരാണല്ലേ? ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഒന്നോടെ പറഞ്ഞേ, SCയുടെ ആരാണ് നിലവില്? വിജയ് സാംപ്ല. വിജയ് സാബ്ല. STയുടെയോ? ഹർഷ ചൗഹാൻ. അത് ഓർത്ത് വെക്കാൻ ഇച്ചിരി പാടാണ് അല്ലേ? ഹർഷ് വരുമ്പോ അതില് 6 പേരുണ്ട്. ഹർഷിലും കൻവറിലും വരുന്നുണ്ട് പട്ടികവർഗം. ഓക്കെ. അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചേക്കാം. അത് നല്ലൊരു പോയിന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇതില് ഹൻസ്രാജ് അഹിർ. എല്ലാത്തിലും 6 വരുന്നുണ്ടല്ലോ, അഹിറിലും വരുന്നുണ്ട് അല്ലെ? ഞാൻ അവിടെ പോയിട്ട് 6 ഇതില് വരുന്നുണ്ട്, മാച്ചത്തെ ഇത് കുറച്ച് വലുതല്ലേ OBC. പറഞ്ഞു എന്റെ മാർക്ക് പോയെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നേക്കരുത്. അതില്ല, ഇതില് കൊറേ വിഭാഗങ്ങൾ വന്നുള്ളതല്ലേ, അപ്പൊ ഒരു വലിയ പേരാ അതില്. അത് ശരി. അത് പിന്നെയും പറ്റും. പക്ഷെ വലിയ പേര് ഇവര് എന്താണ് മറ്റേ ഏതോ പടത്തിൽ വരുന്നുണ്ടല്ലോ, എന്റെ പേരെന്ന് പറഞ്ഞ് ഷെയ്ഖ് ബിൻ മുഹമ്മദ് അൽ മഖ്ദൂൻ അൽ ബഖ്ത എന്നൊക്കെ പറഞ്ഞ ഒരു പേരൊക്കെ അങ്ങ് തരും. വലിയ പേരാന്ന് പറഞ്ഞാൽ അത് എഴുതി വെക്കരുത് കേട്ടാ. അതൊക്കെ ഇട്ടു. അപ്പൊ പെടും. അപ്പൊ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓർത്ത് വെക്കേണ്ട പ്രശ്നമൊന്നുമില്ല. 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തലയിൽ ഇരിക്കും.
എന്തെങ്കിലും ഒരു കോഡിലൊക്കെ ഒന്ന് അത് അങ്ങ് സാറ് എക്സാമിന് ഇട്ട ടോപ്പിക് അല്ലേ, അതുകൊണ്ട് ഇപ്പൊ വായിച്ചപ്പോ ഒന്നുകൂടെ കിട്ടി. അതാണ്. അപ്പൊ അങ്ങനെ 2-3 പ്രാവശ്യം പിന്നെ കമ്പൈൻ സ്റ്റഡിക്കിടയിലും വരുമ്പോ പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഇടുമ്പോഴൊക്കെ ഒരു റിവിഷൻ പോലെ ആവും അത്. അപ്പൊ 2 തവണ കാണുമ്പോ തന്നെ അത് മനസ്സിലായിക്കോളും. അടുത്തതാണ് 10 മണിയായി. കുറച്ച് സമയം കൊണ്ട് എടുക്കണതിന് കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ GST യോടെ തീർക്കാം നമുക്ക്. ഇല്ല സാർ, എടുക്കാം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, GSTയും കൂടി പഠിക്കാം. അപ്പൊ ഇതിൽ ഞാൻ GSTയെ കുറിച്ച് മാത്രമല്ല എക്കണോമിക്സിന്റെ കുറച്ച് പോയിന്റ് കൂടി പറയുന്നുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവണമല്ലോ. അപ്പൊ കുറച്ച് എക്കണോമിക്സോടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കണേ. പൊളിറ്റി മാത്രമല്ല, അത് നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ എക്കണോമിക്സോടെ ചേർന്ന്, അപ്പൊ എക്കണോമിക്സിൽ തന്നെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളോടെ അങ്ങ് എടുത്തു എന്നുള്ളൂ. എക്കണോമിക്സും അതിന്റെ കൂട്ടത്തിൽ അങ്ങ് കഴിയും. അപ്പൊ ഇനി നമുക്ക് സമയം കളയണ്ട, തുടങ്ങാം. ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് പെട്ടെന്ന് തീർത്തേക്കാവേ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? GST കൗൺസിലാണ്. സോ GST എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? നികുതിയാണ് അല്ലെ? ഇതൊരു നികുതിയാണ്. എന്ത് നികുതിയാണ്? ഗുഡ്സ് സർവീസ് ടാക്സ്. ഗുഡ്സ് സർവീസ് ടാക്സ്, അതായത് ചരക്ക്, സർവീസ് എന്ന് പറയുമ്പോൾ സേവനം, ഗുഡ്സ് എന്ന് പറയുമ്പോൾ ചരക്ക് എന്താണ്? സേവന നികുതി എന്നാണ് GST മലയാളത്തിൽ അറിയപ്പെടുന്നത്. ചരക്ക് സേവന നികുതി. ഓക്കെ, ഇനി എന്താണ് നികുതി? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് എന്ത്? നികുതി. അപ്പോൾ സംസ്ഥാനങ്ങളുടെ എല്ലാം വരുമാന മാർഗം അല്ലെങ്കിൽ കേന്ദ്രങ്ങളുടെ വരുമാന മാർഗമാണ് എന്ത്? നികുതി. അപ്പൊ ഇൻകം ടാക്സ് പിരിക്കാൻ അധികാരമുള്ള ആർക്കാണ്? കേന്ദ്രത്തിനാണോ സംസ്ഥാനത്തിനാണോ? അല്ലെ, കേന്ദ്രത്തിനാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ PSC എന്താണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് എന്തെങ്കിലും ഒരു ഇത് വിളിക്കുന്നുണ്ടോ? ആപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അത് സംസ്ഥാനമല്ല അതിനെ നിയമിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് SSC CGL എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കാണാം. ഗ്രേഡ് B പോസ്റ്റ് ആണ്. തുടക്കം തന്നെ 19,000 രൂപ സാലറി വരും. അതുപോലെ തന്നെ 3 സ്റ്റാർ യൂണിഫോം പോസ്റ്റ് ആണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അത് സെൻട്രൽ ആണ് നിയമിക്കുന്നത്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതിലെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ നിന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ആദ്യമായിട്ട് നികുതി ഘടകങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷനാണ് എന്ത്? ജോൺ മത്തായി കമ്മീഷൻ. ഈ ജോൺ മത്തായി ആണ് മലയാളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻസ് ആയി വരുന്നത്. ജോൺ മത്തായി കമ്മീഷനാണ് 1954 നികുതി ഘടകങ്ങളെ കുറിച്ച് എന്ത് ചെയ്തത്? പഠിക്കാനായിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചത്. ഇനി ഇന്ത്യയിൽ നികുതി നിയമം നിലവിൽ വന്നത്, എല്ലാവരും നികുതി കൊടുക്കണം എന്നുള്ള ഒരു നിയമം നിലവിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1962 ഏപ്രിൽ 1 ഏപ്രിൽ 1 ഓർത്ത് വെച്ചേക്കുക നികുതി നിയമം നിലവിൽ വന്നത്. ഇനി നികുതി പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് എന്ത്? രാജ ചെല്ലയ്യ കമ്മിറ്റി. ചിലപ്പോൾ ചോദിക്കാം, PSC ചോദിക്കാം, രാജ ചെല്ലയ്യ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നികുതി, അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ, അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എന്താണ് അഴിമതി എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ബാറ്ററി എന്റെ ലോ ആയി, ഒന്ന് കുത്തിക്കോട്ടെ. ഓക്കെ, അപ്പൊ രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ് എന്ത്? ഇന്ത്യയിലെ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി. ഇനി ആർട്ടിക്കിൾ 265 ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ഈ നികുതികളെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 265 ടാക്സുകളെ കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 265 ഓർത്ത് വെച്ചേക്കുക. ഇനി എന്തിനു വേണ്ടിയാണ് GST നടപ്പിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് GST നടപ്പിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടാക്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ടാക്സുകളാണ്. ടാക്സുകൾ നമുക്ക് പ്രധാനമായിട്ടും 2 ആയിട്ട് എന്ത് ചെയ്യാം? കാറ്റഗറൈസേഷൻ ചെയ്യാം. അതിലൊന്നാണ് എന്ത്? ഡയറക്റ്റ് ടാക്സ്, മറ്റൊന്നാണ് എന്ത്? ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് വേഗം പറ.
തൊഴിൽ നികുതി, തൊഴിൽ നികുതി, കെട്ടിട കെട്ടിട നികുതി, ഭൂനികുതി, ആ ഭൂനികുതി, കെട്ടിട കെട്ടിട നികുതി, നികുതി, ആ വി- ഓക്കെ. അപ്പൊ ഇൻകം ടാക്സ്, പിന്നെന്താ പറഞ്ഞ കെട്ടിട നികുതി, കെട്ടിട നികുതി, ആ ഭൂനികുതി, ഭൂനികുതി, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വണ്ടികളുടെ വെഹിക്കിൾസ്, അല്ല അല്ല. പിന്നെ വരുന്നതാണ് എന്ത്? കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ എന്ത്? ഗിഫ്റ്റ് നികുതി, ഗിഫ്റ്റ് ടാക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലാവുണ്ടോ? ഇനി ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് ഏതൊക്കെ? കസ്റ്റംസ് തീരുവ, സെയിൽസ് ടാക്സ്, സെയിൽസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ് അതായത് വിൽപ്പന നികുതി, എക്സൈസ് ഡ്യൂട്ടി, GST, പിന്നെ എന്തൊക്കെ വരുന്നത്? വിനോദ നികുതി, വിനോദ നികുതി, കസ്റ്റംസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, അതുപോലെ തന്നെ GST. ഇത്തരം കാര്യങ്ങളാണ് ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ആ ഇത് ആരുടെ മേലാണോ നികുതി ചുമത്തപ്പെടുന്നത് അയാൾ തന്നെ നികുതി ഭാരം അനുഭവിക്കുന്നു. അത് തന്നെ. ഇപ്പൊ നമുക്കറിയാം ഇൻകം ടാക്സ് നമ്മുടെ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് കട്ട് ചെയ്യണേ. അപ്പൊ ആ ബാധിക്കുന്ന ആളെന്ന് പറയുന്നത് ആരാണ്? ആ വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ കെട്ടിട നികുതി, നമ്മൾ താമസിക്കുന്ന കെട്ടിടം എന്ത് വലിപ്പമുള്ളതാണ് അതിനനുസരിച്ചാണ് നികുതിയുടെ സ്ലാബും മാറുന്നത്. അതെല്ലാം നമ്മൾ തന്നെയാണ്. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെയിൽ ടാക്സ്, ഒരു സോപ്പ് വിൽക്കുകയാണ്. ആ വിൽക്കുമ്പോൾ ആ സോപ്പിന് നികുതി കൂടി ചേർത്തിട്ടുള്ള പൈസ നമ്മൾ അടച്ചെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? സോപ്പ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ആ സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തില്ല? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അത് വാങ്ങുന്നവനാണ് എന്ത് ചെയ്യുന്നത്? അടയ്ക്കേണ്ട ബാധ്യത വരുന്നത്. അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഇനി ലോകത്ത് ആദ്യമായിട്ട് GST നടപ്പിലാക്കിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിലാണ്. ചിലപ്പോൾ അത് ചോദിക്കും കേട്ടോ, ഞാൻ ഇതങ്ങ് പറഞ്ഞു പോയി എന്നുള്ളൂ. എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ലോകസഭ GST പാസ്സാക്കിയത്, ഇനി തൊട്ട് പൊളിറ്റിയാണ്. ലോകസഭ GST പാസ്സാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 മെയ് 6-ലാണ്. അപ്പൊ മോദി ആദ്യം വന്നിട്ട് എന്ത് ചെയ്തു? GST നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചത് അല്ലെ? 2014-ലെങ്ങാണ്ടാണ് നിലവിൽ വന്നത്. അപ്പൊ 15-ൽ എന്ത് ചെയ്തു? ആള് കളി തുടങ്ങി. 15 മെയ് 6 എന്ത് ചെയ്തു? ലോകസഭയിൽ GST പാസ്സാക്കി എടുത്തു. രാജ്യസഭ എന്ത് ചെയ്തു? ഭേദഗതി നിർദ്ദേശങ്ങളോടെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇവരെന്ത് ചെയ്തു? നിർദ്ദേശിച്ചിട്ട് അത് പാസ്സാക്കി വിട്ടു. എങ്ങോട്ട് വിട്ടു? ലോകസഭയിലേക്ക് തന്നെ പാസ്സാക്കി വിട്ടു. അത് എന്നാണ് ലോകസഭയിലേക്ക് പാസ്സാക്കി വിട്ടത്? 2016 ഓഗസ്റ്റ് 8-നാണ്. ഓഗസ്റ്റ് 8-നാണ് 3-നാണ് പാസ്സാക്കി വിട്ടത്. 2016 ഓഗസ്റ്റ് 3-നാണ് എന്ത്? രാജ്യസഭ ഇത് പാസ്സാക്കി വിട്ടത്. അങ്ങനെ പാസ്സാക്കി വിട്ടതിന് ശേഷം വീണ്ടും അത് എന്ത് ചെയ്തു? ലോകസഭയിലേക്ക് വരികയും അത് ആ ഭേദഗതി നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും ഫൈനൽ ആയിട്ട് ലോകസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8-നാണ്. 2016 ഓഗസ്റ്റ് 8-നാണ്. ഇതൊന്നും വലിയ കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു വിട്ടാൽ മതി. നമ്മളോട് ചോദിക്കുന്നത് GST എന്നാണ് നിലവിൽ വന്നതെന്നാണ്. അപ്പൊ രാഷ്ട്രപതി ഒപ്പുവെച്ചതിന് ശേഷം മാത്രമാണ് അതൊരു നിയമമായിട്ട് മാറുള്ളൂ. അങ്ങനെ രാഷ്ട്രപതി 2016 സെപ്റ്റംബർ 8-ന് ഒപ്പുവെക്കുകയാണ്. 2016-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചതിന് ശേഷം 2017 ഇവനാണ് ഇമ്പോർട്ടന്റ്. ഇത് എപ്പോഴും ചോദിക്കും, ഈ കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. GST നിലവിൽ വന്ന വർഷം 2017 ജൂലൈ 1-ന് GST എന്ത് വന്നു? നിലവിൽ വന്നു. അപ്പൊ GST നിലവിൽ വന്നെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭരണഘടന ഈ ടാക്സ് ഞാൻ പറഞ്ഞു 200 എത്രയായിരുന്നു ടാക്സിനെ കുറിച്ച് പറഞ്ഞത്? 265 ആർട്ടിക്കിൾ ആണ്. അപ്പൊ 265-ല് എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരുത്തണം. അപ്പോ ഭരണഘടന അമെന്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ടാക്സിനെയൊക്കെ അമെന്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭേദഗതികള് പണ്ട് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്ത് ഭേദഗതികൾ 3 തരത്തിലുണ്ട്. ഒന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാം, മറ്റൊന്ന് സ്പെഷ്യൽ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ പാർലമെന്റിൽ എന്താണ് പ്രസന്റ് ആയിട്ടുള്ള അംഗങ്ങളിൽ 3/4 അംഗങ്ങളെങ്കിലും വോട്ട് ചെയ്യണം എന്നുള്ളൊരു മെജോറിറ്റി ഉണ്ട്. അതിനെയാണ് സ്പെഷ്യൽ മെജോറിറ്റി. നമ്മൾ രണ്ടാമത് ക്ലാസ് എടുക്കുമ്പോൾ പറയാം. മൂന്നാമത് സ്പെഷ്യൽ മെജോറിറ്റി മാത്രം പോരാ, മൊത്തം ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുടെ പകുതി കൂടുതൽ എന്താണ് സ്റ്റേറ്റുകൾ അംഗീകരിച്ചെങ്കിൽ മാത്രമാണ് ചില കാര്യങ്ങൾ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അത്തരത്തില് മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് ടാക്സ്.
അങ്ങനെ ആ ടാക്സ് GST 2017 ജൂലൈ 1 നിലവിൽ വന്നെങ്കിലും പകുതി സംസ്ഥാനങ്ങളുടെ ആവശ്യം എന്താണ് അംഗീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എങ്കിൽ മാത്രമാണ് GST നിലവിൽ വരൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്തു? പകുതി സംസ്ഥാനങ്ങളെ കൊണ്ട് ഇത് അംഗീകരിപ്പിച്ച് എടുക്കുകയായിരുന്നു. അങ്ങനെ പ്രഥമ GST ഡേ ആയിട്ട് ആചരിച്ചത് 2018 ജൂലൈ 1 കൂടി ഓർത്തു വെച്ചേക്കാം. ഒരു വർഷം കഴിഞ്ഞ്. അപ്പൊ ഇത് ഈ GST ബില്ല് ആദ്യമായിട്ട് എന്താണ് അംഗീകരിച്ചത് അല്ലെങ്കിൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ബില്ല് പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണെന്ത്? ആസാം. രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് തൊട്ടടുത്തുള്ള ബീഹാർ. 16ാമത്തെ ഞാൻ പറഞ്ഞു 15, മൊത്തം 28 സംസ്ഥാനമുണ്ട്. അപ്പോൾ 14, 15, 16 ആൾക്കാർ അംഗീകരിച്ചെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ ഇത് നിലവിൽ വരുള്ളൂ. അങ്ങനെ 16ാമത്തെ സംസ്ഥാനമാണ് എന്ത്? ഒഡീഷ. ഇനി ഒരു കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക, നിങ്ങൾ കടയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലിൽ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ബില്ലിലേക്ക് ഒന്ന് നോക്കുക. അതിൽ GST നമ്പർ എന്ന് പറഞ്ഞ് ഒരു നമ്പർ കാണാൻ കഴിയും. ആ നമ്പറിലുള്ള അക്കങ്ങളുടെ എണ്ണാണ് എന്ത്? 15. 15 അക്കങ്ങൾ ഉണ്ടായിരിക്കും GST നമ്പറിൽ. ഓർത്തു വെച്ചേക്കുക. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ? പെട്ടെന്ന് പറയാം. GST കൗൺസിൽ എന്ന് പറയുമ്പോൾ ചരക്ക് സേവന ബന്ധവുമായിട്ട് നികുതി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ബോഡിയാണ് GST കൗൺസിൽ. എന്താണ് നികുതി എന്ന് പറഞ്ഞു, എപ്പോഴാണ്, ആരാണ് ആദ്യത്തെ കമ്മീഷൻ എന്ന് പറഞ്ഞു, ചരക്ക് സേവന നികുതി നിയമം നിലവിൽ വന്ന എന്നാണ് ആദ്യമായിട്ടെന്ന് പറഞ്ഞു. ഇത് പരിഷ്കരണ കമ്മിറ്റി ആരുടെ നേതൃത്വത്തിലാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ്. ടാക്സ് എന്താണ്, ഏത് ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു. ഇനി ഇത് പാസ്സാക്കിയത് GST പ്രാവർത്തികമാക്കാനായിട്ട് പാസ്സാക്കിയ രാജ്യസഭ ലോകസഭ ഒക്കെ പാസ്സാക്കിയ ഡേറ്റുകൾ പറഞ്ഞു നമ്മള്. അതിൽ മെയിൻ ആയിട്ടുള്ള ഡേറ്റ് ആണെന്ത്? 2017 ജൂലൈ 1. ഇതിന്റെ പ്രഥമ GST ഡേ ആയിട്ട് ആചരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ആണ്. ഇയർ മാറിപ്പോരുത്. ഇനി ആദ്യമായിട്ട് നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം, രണ്ടാമത്തെ ബീഹാർ, 16ാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയാണ്. GST അക്കങ്ങളാണ് മറിച്ച് ചോദിക്കണമെങ്കിൽ 15 എണ്ണം എഴുതി വെച്ചേക്കുക. ഇനി നമുക്ക് വേണ്ടത് GST എന്നാണ് ഭരണഘടനയിൽ, ഞാൻ പറഞ്ഞു ഭരണഘടനയിൽ GST ഇപ്പൊ CGL പുതിയൊരു പോസ്റ്റോടെ വന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോലെ GST ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റോടെ എന്ത് ചെയ്തിട്ടുണ്ട്? SSC CGL എക്സാമിന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഈ ഹൈവേയിലൊക്കെ നിങ്ങൾ ഈ സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവരാണ് ഇത് തടഞ്ഞു നിർത്തിയിട്ട് GST ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. പോലീസുകാർക്കോ ഇൻകം ടാക്സുകാർക്കോ ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പൊ ഇത് നിലവിൽ വന്നു കഴിഞ്ഞപ്പോ കുറച്ച് ഇപ്പൊ ഈ CGL കയറിയ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയി കയറിയവർക്ക് ഡെപ്യൂട്ടേഷനിൽ GSTയിലേക്ക് മാറ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ ആളുണ്ടായിരുന്നില്ല GST നിലവിൽ വരുമ്പോൾ. അപ്പൊ ആ ഒരു വർഷമൊക്കെ CGL എഴുതിയവർക്ക് നല്ലൊരു ചാകരയായിരുന്നു. ഇനി GSTയുടെ എന്താണ് സുഗമവും സുരക്ഷിതവുമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണവും ഏകോപനവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സമിതിയാണ് എന്ത്? GST കൗൺസിൽ. അപ്പൊ GST കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും GSTയുടെ സുഗമമായിട്ടുള്ള അതുപോലെ കാര്യക്ഷമമായിട്ടുള്ള ഒരു നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു എന്താണ് ബോഡിയാണ് GST കൗൺസിൽ. ഈ കൗൺസിലില് എന്താണ് ഇതിന്റെ അധികാരം എവിടുന്ന ലഭിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ആർട്ടിക്കിൾ 279A നിന്നാണ് GST കൗൺസിലിന് ഈ അധികാരങ്ങൾ ലഭിക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്കുക. വെറുതെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഭരണഘടനയിൽ പറഞ്ഞെങ്കിൽ മാത്രമാണ് അവർക്ക് ആ പവർ കിട്ടുള്ളൂ. അങ്ങനെ GST കൗൺസിലിന് GST സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പവർ ലഭിക്കുന്നത് 279A നിന്നാണെന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ ആണോ? ഒറ്റ സ്ലൈഡോടെ ഉള്ളൂ. ഇനി GST കൗൺസിൽ നിലവിൽ വന്നത് എന്നാണ്? 2016 സെപ്റ്റംബർ 12 GST നിലവിൽ വന്നത് 2017 ജൂലൈ എന്തായിരുന്നു? NTC എക്സാം 2017. അതെ തന്നെ. GST കൗൺസിൽ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. GST കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രിയും ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയും ആണെന്ന് ഓർത്തു വെച്ചേക്കുക. GST കൗൺസിൽ ഇതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. GST എന്നാണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ 2017 ജൂലൈ 1 GST കൗൺസിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 സെപ്റ്റംബർ 12 ഓക്കെ. അപ്പൊ സെപ്റ്റംബർ 12 കൂടി ഓർത്തു വെച്ചേക്കുക. ഈ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 9ാം മാസം അല്ലേ? അതെ അല്ലേ? 2016 അക്കങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കി. 6 2 8 1 9 അല്ലേ?
അക്കങ്ങളൊന്ന് കൂട്ടിയാൽ 9 കിട്ടും. 9ാം മാസം മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 9, പിന്നെ ഒരു 12 നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി അടുത്തത് GST കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, എന്താണ് അതിന്റെ പ്രവർത്തനം എന്നാണ്. അതോടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നിർത്താം. അപ്പൊ അംഗങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 3 ടൈപ്പ് അംഗങ്ങളാണ്. ഒന്ന് എന്താണ്, അധ്യക്ഷൻ, അതായത് കേന്ദ്ര ധനകാര്യമന്ത്രി. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി. അപ്പൊ സ്റ്റേറ്റ് മിനിസ്റ്റർ ഉണ്ട് കേന്ദ്രത്തില്. സോ അവരും എന്ത് ചെയ്യുന്നുണ്ട്, GST കൗൺസിലില് അംഗങ്ങളാണ്. പിന്നെ വരുന്നത് ഓരോ സംസ്ഥാനത്തെയും എന്താണ്, ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ആ മന്ത്രിസഭ ഏർപ്പാടാക്കുന്ന മറ്റൊരു മന്ത്രി. ഇവരാണ് GST കൗൺസിലില് എന്ത് ചെയ്യുന്നത്, അംഗങ്ങളായിട്ട് വരുന്നത്. ഇനി GST ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കുന്ന മറ്റ് 2 ആർട്ടിക്കിളാണ് 246A-യും 269A-യും. അത് എന്താണെന്ന് റാങ്ക് ഫയലിൽ പറഞ്ഞിട്ടില്ല, എന്താണെന്ന് വ്യക്തമാക്കി തരാം. എന്താണ് 246A എന്ന് പറഞ്ഞാൽ പവർ ടു മേക്ക് GST ലോ ആണ്. അതായത് GST സംബന്ധിച്ച് എന്താണ്, നിയമനിർമ്മാണത്തിൽ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും അംഗീകാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ്. അപ്പൊ നോക്കുക, GSTയെ കുറിച്ചുള്ള നിയമം ഉണ്ടാക്കാനായിട്ട് സംസ്ഥാന നിയമസഭകൾക്ക് അംഗീകാരം നൽകുന്ന ഏത് ആർട്ടിക്കിൾ ആണെന്നാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുക. നിങ്ങൾ GST പഠിക്കുമ്പോൾ 246A എന്നൊക്കെ പഠിച്ചു വെക്കും, പക്ഷെ ഇത് എന്താണെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. വേണമെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയൽ എടുത്തൊന്ന് നോക്കിക്കോ. 246A എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ GST സംബന്ധിച്ച വിഷയങ്ങളിൽ ആർക്കും നിയമം നിർമ്മിക്കാം, സ്റ്റേറ്റിന്റെ സംസ്ഥാന നിയമസഭകൾക്കും എന്ത് ചെയ്യാം, നിയമനിർമ്മാണം നടത്താം എന്ന് നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിൾ ആണ് 246A. ഇനി അടുത്തതാണ് 269A. 269 എന്താണ്, ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് ടാക്സ് കളക്ഷൻ, ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST. എല്ലാം മനസ്സിലായോ? മനസ്സിലായില്ല? കുറെ പേര് പോയാ? ഇല്ലല്ലോ, പോയിട്ടില്ല. ഇവിടെ ഉണ്ട് സാർ. ഇവിടെ ഉണ്ട്. ഓക്കെ. ഷമീനൊന്ന് ബൂസ്റ്റ് കുടിച്ചു തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, തീർന്നു. അപ്പൊ നമ്മളവിടെ തീർന്നു. 269 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മള് എന്താണ്, നിങ്ങൾ ഹോട്ടലിൽ പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ല് എടുത്തു നോക്കുക, GST കടക്കാരൻ തരുന്നത്. അതില് 3 ടൈപ്പ് GSTകളാണ് കളക്ട് ചെയ്യണം. ഒന്ന് സെൻട്രൽ GST, CGST, സ്റ്റേറ്റ് GST, പിന്നെ ഇന്റഗ്രേറ്റഡ് GST എന്ന് പറഞ്ഞ് 3. ഇപ്പൊ 12% കളക്ട് ചെയ്യണമെങ്കിൽ 4% വെച്ചാണ് കളക്ട് ചെയ്യുക. അപ്പൊ ഇതിൽ ഈ ഇന്റഗ്രേറ്റഡ് GST, അതായത് അത് എപ്പോ മാത്രമാണ് ആപ്ലിക്കബിൾ ആവുക, നമ്മൾ കേരളവും തമിഴ്നാടും അല്ലെങ്കിൽ കേരളം, തമിഴ്നാട്, കർണാടക ഇത്തരത്തിലുള്ള ഇന്റർ സ്റ്റേറ്റ് വ്യാപാരങ്ങൾ നടക്കുമ്പോഴാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുക. അങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ്, അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്റർ സ്റ്റേറ്റ് ട്രേഡ്, കണ്ടോ, ഇന്റർ സ്റ്റേറ്റ് ട്രേഡ്, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ആർക്കാണ് അധികാരം? ആ ടാക്സ് കളക്ട് ചെയ്യാൻ ആർക്കാ അധികാരം? ആർക്കാ? യൂണിയനാണ്. കാരണം യൂണിയൻ ഗവൺമെന്റ് ആണ്. അല്ലെ, ഇപ്പൊ തമിഴ്നാട് പറയില്ലേ ഞങ്ങൾക്ക് വേണം ടാക്സ്, കേരളം പറയില്ലേ കേരളത്തിന് വേണം, അത് തർക്കാവൂലേ? അതുകൊണ്ട് യൂണിയൻ ആണ് അത് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. എന്നിട്ട് യൂണിയൻ ആണ് എന്ത് GST വീതം വെച്ച് കൊടുക്കുക. അപ്പൊ പേപ്പറിലൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തല്ലോ, GSTയിൽ കേരളത്തിന്റെ വീതം കുറഞ്ഞു പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഈ 269A പ്രകാരമാണ് എന്ത് ഇന്റർ സ്റ്റേറ്റ് ട്രേഡും ടാക്സ് കളക്ഷനും നടക്കുന്നത്. അത് പിന്നീട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന് ആ ഓരോ സംസ്ഥാനങ്ങൾക്ക് അനുസരിച്ചുള്ള തുക വീതം വെച്ച് കൊടുക്കും. അപ്പോൾ GST ആയിട്ട് ബന്ധപ്പെട്ട 3 ആർട്ടിക്കിളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഏതായിരുന്നു, 279, എല്ലാം A ആണ് ഓർത്തത്. 279A. രണ്ടാമത്തെ ഏതായിരുന്നു? ആരുടെ മൈക്ക് ഓൺ ആണല്ലോ? ഒന്ന് 279A GST കൗൺസിൽ, പിന്നെ ഒന്ന് 269A, അതെന്താണ്, ഇന്റർ സ്റ്റേറ്റ് ട്രേഡ്. പിന്നീട് വരുന്നതാണ് 246, 246, 2ന്റെ ഒരു ഗ്യാപ്പ് വരുന്നു എന്ന് ഓർത്തു വെച്ചേക്കാം. ഇത് രണ്ടും പഠിക്കാൻ 269 + 10 279. 246 എന്താണ്, പവർ ടു മേക്ക് ലോ, എന്താണ്, സംസ്ഥാന നിയമസഭകൾക്കും GST സംബന്ധമായ വിഷയങ്ങളിൽ എന്ത് ചെയ്യാം, നിയമനിർമ്മാണം ആവാം എന്ന് നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിളാണ് 246. 269 ഇന്റർ സ്റ്റേറ്റ് ട്രേഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ്. 279 എന്താണ്, GST
കൗൺസിലാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അതെ സാർ, അതെ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏകദേശം നമ്മുടെ തീർന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറിന് മോട്ടിവേഷൻ വേണേ. മോട്ടിവേഷൻ അതൊക്കെ എന്താണ് മോട്ടിവേഷൻ ഷെമീന? ഫെബ്രുവരി 7 പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പേടിപ്പിക്കല്ല സാർ. പേടിപ്പിക്കല്ല, ഇല്ലല്ല പേടിപ്പിക്കല്ല. ഇങ്ങനെ ചിന്തിക്ക, എന്താണ് 7 എക്സാം കഴിഞ്ഞ് വരുമ്പോ എക്സാം ഹോളിൽ ഇരുന്നിട്ട് ഷെമീന ഇങ്ങനെ ഒന്ന് ആഗ്രഹിക്കുക, എന്ത് ഒരു 70+ മാർക്ക്, ഒരു 75+ മാർക്ക് എന്ത് ചെയ്യുന്നു, സ്കോർ ചെയ്യുന്നു. അവിടെ വച്ച് തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് ചിന്തിക്കുക. അപ്പൊ അതിൽ പരം ഒരു സന്തോഷം വേറെ ഉണ്ടാ? നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ളതാ ഈ എക്സാം എന്റെയാണെന്ന് നമ്മളോട് ആരോ ഉള്ളിലിരുന്ന് പറയും. അങ്ങനെ പറയണമെന്നൊരു ആഗ്രഹം വരണമെന്നുണ്ടോ ഷമീന? അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചില സമയത്തെ പഠിച്ചതൊക്കെ മറന്നു പോണേ, ഒക്കെ തെറ്റിപ്പോവാ. അതൊക്കെ ടെൻഷനാണ്, അതൊക്കെ വെറും ടെൻഷനാണ്. നിങ്ങൾ വേറെ ടെൻഷൻ അടിച്ച് ഉള്ളത് കൊളാക്കരുത്. നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ തലയിൽ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് MCQ കാണുമ്പോൾ അതൊക്കെ തലയിൽ വരും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷമ കൊടുക്കുക. നിങ്ങൾ ആദ്യം ഈ വെപ്രാളം വിടുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ ജോലി എന്തൊക്കെ തല ഉയർത്തി മറിഞ്ഞാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടിയിരിക്കും. അതുകൊണ്ട് നമ്മൾ സാധാ നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങൾ പോയി എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളതും കൂടി നിങ്ങൾ തെറ്റിച്ചിട്ടേ പോരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ നമ്മൾ കൊടുക്കാണ്ടിരിക്കുക. ഇത് ജസ്റ്റ് ഒരു എക്സാം അല്ലെ? നമുക്ക് ജീവിതത്തിൽ നമ്മൾ എത്രയോ എക്സാമുകൾ എഴുതിയിരിക്കുന്ന അതേപോലെ തന്നെ കാണുക. നമ്മൾ ജയിക്കുന്നവരെ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് നേടുന്നവരെ നമ്മൾ എഴുതാൻ നമ്മൾ വില്ലിങ് ആണ്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് കൂൾ മൈൻഡിൽ എനിക്കറിയാം, നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായാലും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിന് അർഹരാണ്. അപ്പൊ പിന്നെ ഇനി എന്തിനാ നിങ്ങൾ പേടിക്കണേ? കൂളായിട്ട് പോയി എക്സാം എഴുതാം. നിങ്ങൾക്ക് പാടാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാവർക്കും പാടാണ്. അതും കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെങ്കിൽ നിങ്ങൾ 50 തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഞാനൊരു 70ലേക്ക് എത്തിക്കാന്ന് പറഞ്ഞ് 7 എണ്ണം കറക്കി കുത്തി പോന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതി വെക്കുക. മാക്സിമം ഒരു 50% എന്താണ് 50-50 ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒരു 5 എണ്ണമെങ്കിലും ചെയ്തു വെക്കുക. കാരണം ഇത് ഫൈനൽ എക്സാം അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു 5 എണ്ണം ചെയ്തതിന് കുഴപ്പമില്ല. 50-50 ചാൻസ് ഉള്ളത് കേട്ടോ. രണ്ടിലേതെങ്കിലും ഒരെണ്ണം ഞാൻ എടുത്തു പറയുന്നുണ്ട്. ഒരു 5 എണ്ണം ചെയ്യാവൂ. ഇത് കൂടുതലൊന്നും ചെയ്യരുത്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വീണ്ടും റിവിഷൻ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ ആ പറഞ്ഞ ടോപ്പിക് ഒക്കെ എടുത്തു തരാവേ. ഇനിയിപ്പോ എനിക്ക് എടുക്കണേന് കുഴപ്പമില്ല. അപ്പൊ അടുത്തടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾ പറഞ്ഞ ടോപ്പിക്കും കൂടി, മാത്സ് പറഞ്ഞ ഒരു ഏരിയ ഞാൻ ഓർക്കുന്നുണ്ട്, അതും കൂടി അങ്ങ് എടുത്തു തരാം. പറ്റുവാണെങ്കിൽ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ചെയ്യാം, 1 or 2. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് അതിൽ മാത്സ് ഒക്കെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, നമുക്കതൊരു സെഷൻ വയ്ക്കാം. ക്ലിയർ ആണോ? ഇനിയിപ്പോ റിസൾട്ട് ഒന്നും വരണ്ട. നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ, നിങ്ങൾ ആ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റിന്റെ നിലവാരം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം. പിന്നെ നിങ്ങൾ എൻജോയ് ചെയ്യുക. February 7 അടുത്ത എക്സാം LD ക്ലർക്കിന് പഠിക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാം, നന്നായിട്ട് വർക്ക് ചെയ്താ. മനസ്സിലായോ? പിന്നെ LD ക്ലർക്ക് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. LGS നിങ്ങൾ കൺഫേം ആണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടും കൽപ്പിച്ച് LD ക്ലർക്ക് പഠിക്കുക. അത് എനിക്ക് വേണമെന്ന് വിചാരിച്ച് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ടെൻഷനും വേണ്ട. ടെൻഷൻ വേണ്ട. ഇതൊരു ജസ്റ്റ് ഒരു എക്സാം ആയിട്ട് മാത്രം കാണും. നമ്മുടെ ജീവിതം ഇതൊന്നും അല്ല, അല്ലേ? പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഒരു ഭാഗമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒഴിവാക്കുക. ഓക്കെ, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്യും. നിങ്ങളുടെ ടെൻഷനൊക്കെ ഞാൻ മാറ്റിത്തരാം കേട്ടാ. ഞാനിപ്പോ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ബാച്ചിൽ എനിക്ക് കയറാൻ പറ്റാത്ത കേട്ടാ. ഓക്കെ, ഇനി കുറച്ച് ദിവസമല്ലേ, ഉറക്കൊക്കെ ഒന്ന് മാറ്റി വെക്കും. നിങ്ങൾ തന്നെ LGS ഒന്നുകൂടെ ടെലഗ്രാമിൽ നന്നായിട്ട് കമ്പൈൻ സ്റ്റഡി ചെയ്യും. ഇച്ചിരി ഒരു 5 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. 7 തീയതി ഇവിടുന്ന് എല്ലാവരും പ്രാക്ടീസ്. അങ്ങനെ തന്നെ ആവട്ടെ. അതെ, അങ്ങനെ തന്നെ എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Thank you, sir. Good night. Thank you, sir. Thank you. ഓക്കെ.